ഗുഡ് മോർണിംഗ് സോഫിയാമ്മേ. വെരി ഗുഡ് മോർണിംഗ്. കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇങ്ങ് എത്തിയല്ലോ മരുന്ന് സഞ്ചിയും തൂക്കി. ഈ ഔട്ട് പേഷ്യൻസിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരെ എന്റെ കൊച്ചെ? കഞ്ഞി കുടിച്ച് കിടക്കണ്ടേ എന്റെ പൊന്ന് സോഫിയാമ്മേ? പിന്നെ എങ്ങനെയൊക്കെ ഉണ്ട് സോഫിയാമ്മേ? കാര്യങ്ങളൊക്കെ മുറക്കെ നടക്കുന്നുണ്ടല്ലോ. എന്ത് കാര്യങ്ങൾ? അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പുതിയ ഡോക്ടർ എങ്ങനെയുണ്ട്? കൊള്ളാവുന്ന കൊച്ചനാണെന്നാ തോന്നുന്നത്. പേര് ഹരിദാസ് എന്നല്ലേ? ഹരി എന്ന് വെച്ചാൽ ഹരിതം, വർണ്ണാഭമായ പ്രപഞ്ചം. പിന്നെ ദാസ്, ദാസ് എന്ന് വെച്ചാൽ എന്റെ പൊന്ന് സോഫിയാമ്മേ, ഈ ഹോസ്പിറ്റലിൽ ഒരുമാതിരി ഡോക്ടേഴ്സും നേഴ്സിനെ ഒക്കെ ഞാൻ വാഴയടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ മാത്രം സറണ്ടറാണ്. ഒരു കൊച്ചു സല്യൂട്ടും ഉണ്ട്. എന്റെ പൊന്നു കൊച്ചെ, രാവിലെ എനിക്ക് ഇച്ചിരി തിരക്കുണ്ട്. നിന്റെ ഈ മരുന്ന് ചെലവാവാൻ വല്ല ഡോക്ടേഴ്സിന്റെ അടുത്ത് പോരെ ഈ വാചകം? കണ്ടോ, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. സോഫിയാമ്മേ, സ്നേഹമുള്ളവരുടെ അടുത്തല്ലേ അല്പം ഹൃദയം തുറന്ന് സംസാരിക്കാൻ പറ്റും. സോഫിയമ്മയോടൊന്ന് അടുത്ത് സംസാരിക്കണമെന്ന് ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നു അറിയാമോ? പിന്നെ അല്ലാതെ. ഇപ്പൊ ഇവിടെ വേണ്ട, ആരെങ്കിലും കാണും. ഇവിടെ എല്ലാ അസൂയക്കാരാ. അത് ശരിയാ. പോകുന്നതിനിടയ്ക്ക് കാണുമല്ലോ. ഡെഫിനറ്റ്ലി. എന്നാൽ ഞാൻ പോട്ടെ. മോളെ സോഫിക്കുട്ടി, നിന്നെ വിറ്റ കാശ് എന്റെ പോക്കറ്റിലില്ലേ? എത്ര നാളായി ഞാൻ ഈ സഞ്ചിയും പിടിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ ഒരു പ്രേമം ഈ വയസ്സുകാലത്ത്. Constantly watching. Yes, doctor. എങ്ങനെയുണ്ട് ഡോക്ടർ? അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഓഹോ, അരമനയിൽ വെച്ച് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറ്റാക്ക് ഉണ്ടായത്. മോൺസിഞ്ഞോർ കുരിശിങ്കൽ എന്ന് കേട്ടിട്ടില്ലേ? വെല്ലൂര് കൊണ്ടുപോകാൻ ഇരിക്കുകയായിരുന്നു. ഡോക്ടർ വന്ന് കണ്ടിട്ട് ഡിസിഷൻ എടുത്താൽ മതിയെന്ന് ബിഷപ്പ് പറഞ്ഞു. ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ലെറ്റ്സ് ട്രൈ. നിലുമേ, 20th ഓപ്പറേഷൻ ഫിക്സ് ചെയ്തോളൂ. അന്ന് ഫ്രീ അല്ലേ? അതെ ഡോക്ടർ. ഡോക്ടർ ഹരിദാസിന്റെ മിടുക്കുകൊണ്ട് മാത്രമാണ് മോൺസിഞ്ഞോർ കുരിശിങ്കൽ രക്ഷപ്പെട്ടത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് വേറെ ഏത് ഡോക്ടറാണെങ്കിലും അറ്റൻഡ് ചെയ്യില്ലായിരുന്നു. വെല്ലൂർ കൊണ്ടുപോകാൻ വരെ തീരുമാനിച്ചതല്ലേ. ഈ ഓപ്പറേഷൻ സക്സസ് ആവുമെന്ന് ഞാൻ പോലും വിചാരിച്ചതല്ല. ഏതായാലും ഡോക്ടർ ഹരിദാസിനെ കിട്ടിയത് ഈ ആശുപത്രിയുടെ ഭാഗ്യമാണ്. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ഇന്ദു എവിടെ? ഇത്രയും നേരം ജയേട്ടനെ കാത്തിരിക്കായിരുന്നു. ഇപ്പൊ മാനേജറച്ചൻ വിളിപ്പിച്ചിട്ട് ഓഫീസിലേക്ക് പോയിരിക്കാം. അവിടെ കാണും. ചാർജ് എടുത്ത വിവരം നീ എന്താ എന്നോട് പറയാതിരുന്നത്? എന്നായോ വന്നത്? ഒരാഴ്ചയായി. അപ്പൊ ഇത്രയും ദിവസമായിട്ടും ഈ കാര്യം നീ എന്നോട് ഒളിക്കായിരുന്നു അല്ലേ? ഹരിദാസ് എന്നെ ചോദിച്ചില്ലേ? ചോദിക്കും. എന്നെ മറക്കാൻ അയാൾക്ക് എങ്ങനെ കഴിയും? എന്റെ മനസ്സിന്റെ സ്വൈര്യത കെടുത്താൻ അയാൾ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നു? ഞാനെല്ലാം മറന്നതായിരുന്നു.
അങ്ങനെ പിടിച്ചോ. യൂറിൻ കൊണ്ടുവന്നിട്ടുണ്ടോ? അതെന്തിനാ? പിന്നെ യൂറിൻ കൊണ്ടുവരാതെ എങ്ങനെയാ ടെസ്റ്റ് ചെയ്യാ? എന്നാ അത് എടുത്തോളി. താൻ എന്നെ കളിയാക്കുന്നു. അല്ല നർസേ, നിങ്ങൾ എന്ത് വേണേലും എടുത്തോളി, ഞമ്മക്ക് രോഗം മാറണം. ഇത് എവിടുന്ന് കുറ്റിയും പറിച്ചു വരുന്നപ്പാ? കുറ്റിയല്ല, കുറ്റിപ്പുറം. നർസമ്മ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. എടാ നാരായണ, അതങ്ങ് കളഞ്ഞിട്ട് വരാൻ. ആ തൈക്കളവിന് യൂറിൻ ഞാൻ എടുത്തു കൊടുക്കണമെന്ന്. ആരാടാവൻ? അയ്യോ പാവം, അയാൾക്കതൊന്നും കാണത്തില്ല, തലയിലൊന്നും കാണത്തില്ല. യൂറിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം പുള്ളിക്ക് മനസ്സിലായി കാണത്തില്ല. എന്നാലേ യൂറിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം താൻ പോയി മനസ്സിലാക്കി കൊടുക്കണം. ചെല്ലേ. എടോ, ഈ മൂത്രം എന്താന്ന് താൻ കേട്ടിട്ടുണ്ടോ? അതാണ് ഈ യൂറിൻ. ഈ കുപ്പിയിൽ യൂറിൻ എടുക്കും. ഇവിടെയല്ല, ബാത്റൂമില്. എവിടെയാണ് ബാത്റൂം? തന്റെ തലയില്. അവിടെ കണ്ടോ? കുറച്ച് കൊണ്ടുവന്ന് ചവത് കൂടെ എടുത്തോണ്ട് വരണ്ട. ഡ്യൂട്ടി കഴിഞ്ഞോ? ഇല്ല, ഇന്ന് കുറച്ച് നേരത്തെ പോകും. എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല. പിന്നെ നാളെ എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. ഓ, അപ്പൊ പായസമൊക്കെ കാണുമല്ലോ. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. എന്നിട്ടെന്താ എന്നോട് വരെ പറയാനേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇത്തവണ നമുക്ക് ബർത്ത്ഡേ കലക്കണം. പരിപ്പ്, പപ്പടം, പളം, പായസം, തൈര്, മോര്, ഉഗ്ര സദ്യയായിരിക്കും. എത്രയേരം പായസം വേണം? സേമിയ, അടപ്രഥമൻ? ദേമിയും കീമിയൊന്നും ഇവിടെ വേണ്ട. നമുക്കൊള്ളി പരിപ്പ് പായസം. പരിപ്പ് പായസം എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഹരിയേട്ടന് ഇഷ്ടമുള്ള എന്ത് വേണേലും വെച്ചു തരാം. എന്ത് വേണേലും വെച്ചു തരൂ. ഹരിയേട്ടാ. എന്തോ പരിപ്പ് പായസമല്ലേ? എന്തോ പായസം കുടിക്കാൻ എന്നെ ക്ഷണിക്കുന്നില്ലേ? ഞാൻ വെറുതെ പറഞ്ഞതാ. മോക്ക് എത്ര വയസ്സായി? 4. മോനോ? മോള് മാത്രമേ ഉള്ളൂ. ജയനിപ്പ എന്ത് ചെയ്യുന്നു? എപ്പോഴും ടൂറിലായിരിക്കും അല്ലേ? എന്തു എന്താ ഒന്നും മിണ്ടാത്തത്? ജയേട്ടന് സുഖമില്ലാതിരിക്കുക. എന്തു പറ്റി? കൽക്കട്ടയിൽ വെച്ച് ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ ചെസ്റ്റിൽ ബോളടിച്ചു കൊണ്ടതാ. അവിടെ വെച്ച് തന്നെ അൺകോഷ്യസായി താഴെ വീണു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഹാർട്ടിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സംഭവത്തിന് ശേഷം ജയേട്ടൻ ട്രീറ്റ്മെന്റും ബെഡ് റെസ്റ്റുമായി വീട്ടിൽ തന്നെയാണ്. ആരുടെ ട്രീറ്റ്മെന്റ് ആണ്? ഡോക്ടർ മുകുന്ദന്റെ. ഡോക്ടർ ഇവിടുന്ന് വെല്ലൂർക്ക് പോയി. ജയനോട് എന്നെ വന്നൊന്ന് കാണാൻ പറയും. ലോനിപ്പോ നീ കണ്ടോ? എന്തിട്ട് കണ്ടു? നമ്മുടെ ഹിന്ദു സിസ്റ്റർ ആ പുതിയ ഡോക്ടറെ അടുത്ത് ഒന്ന് കരയുന്നു. അവർക്ക് കണ്ണീരണ്ടായിട്ട് കരയിടാപ്പനെ. അതല്ലടാ, ലൈനിങ്ങാ, മറ്റേ ലൈൻ. നീ ഒന്ന് പോടാ ശബി. ഒരു പെണ്ണ് ആണിനോട് മിണ്ടിയാ കുറ്റം, ഒന്ന് ചിരിച്ചാ കുറ്റം, ഇപ്പൊ കരഞ്ഞതിനെ കുറ്റം. പിന്നെ എന്തൊട്ട് ലൈഫ് എന്താ? ഇവിടെ നിനക്ക് ലൈനിങ്ങിനെ പറ്റി വല്ല വിവരമുണ്ടോ? നിനക്ക് കൂടെ തിന്നണം, കിടന്നുറങ്ങണം അല്ലേ? ഈ ഉറങ്ങുന്നതിന് മുമ്പ് ചില പരിപാടികളൊക്കെ ഉണ്ട്. അതാണ് ഈ മറ്റേ ലൈൻ. ലോനപ്പനാണ് ചൂടാണ് ചെയ്യാൻ ആവശ്യം പറഞ്ഞോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ പറയാൻ പറ്റിയത് സോഫിയാമ്മേ. ബിന്ദുമോളുടെ പിറന്നാള് ഞങ്ങളെന്നെ അറിയിക്കില്ലല്ലേ? നിന്നോട് ആര് പറഞ്ഞു? അതൊക്കെ അറിയും മോളെ. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ അല്ലേ ജീവിക്കുന്നത്. ഞാൻ ആരെയും ക്ഷണിച്ചില്ല റീത്തെ. പായസം അമ്പലപ്പുഴ പായസത്തിനെക്കാട്ടിലും നന്നായിരുന്നെന്നാ കേട്ടത്. ആ, നമ്മളെയൊക്കെ ക്ഷണിക്കാൻ ആരാ ഉള്ളത്? വലിയ വലിയ ഡോക്ടർമാരെ ക്ഷണിച്ചാലല്ലേ വല്ല ഗുണവും കിട്ടുവുള്ളൂ. കെട്ടിയെടുത്തോണ്ട് വരുന്നത് നിന്റെ ഒരു ഗ്ലാസ്. കൊച്ചെ ഇന്ദു, എനിക്കൊരു സംശയം. ഡോക്ടർ ഹരിദാസ് ഇതുവരെയും മാരേജ് ചെയ്തിട്ടില്ല എന്നാണല്ലോ കേട്ടത്. ആ, ഡോക്ടർക്ക് വല്ല പ്രേമ നൈരാശ്യം കാണുമായിരിക്കും. അതായിരിക്കും മാരേജ് ചെയ്യാത്തത്. പെമ്പിള്ളേരെ, മാനേജർ അച്ഛനെ ഡോക്ടറെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കയറി
വല്ല മോഹിനിയാട്ടോ കഥകളിയോ മറ്റോ നടത്തിയാലുണ്ടല്ലോ അന്ന് ഡിസ്മിസാ പറഞ്ഞേക്കാം. കാണാൻ കൊള്ളാവുന്ന ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി ശാവികളെല്ലാം കുടിക്കുന്നത് കടിപിടിയാ. എന്നിട്ട് ആ പാവം ഹിന്ദുവിനാ കുറ്റം മുഴുവനും. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇവനങ്ങ് ഇറ്റ് വീഴും അല്ലേ? പാവം, അത് എന്റെ ഭർത്താവിന് സുഖമില്ലാത്തതിന്റെ വ്യാകുലം. സോഫിയമ്മേ, സോഫിയമ്മയുടെ സൂക്കിട എന്താണെന്ന് എനിക്കറിയാം. പെണ്ണു വിളിക്കാം. സോഫിയമ്മയുടെ കൊമ്പനാനെ കോണാനൊടിപ്പിക്കാൻ നോക്കരുത്. ലോലപ്പിനാൽ സ്റ്റുഡന്റാ. നീ പോടാ. എന്നിട്ട് പോണെന്ന് പോവാൻ